പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യം. പാപികളെ വിളിക്കാൻ ഒരു ദൈവം പാപികളെ വിളിക്കാൻ വരികയാണ്. സ്നേഹമുള്ളവരെ, പാപം ചെയ്യുന്നവരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനല്ലേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുക. പാപം ജീവിതത്തിൻ്റെ കൃപകളെ ചോർത്തിക്കളയുന്ന അനുഭവങ്ങളെയൊക്കെ അകറ്റി നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പാപികളെയും അകലത്ത് നിർത്താൻ എപ്പോഴും നമ്മൾ ജാഗ്രത കാണിക്കും. ഇവിടെ ഒരു ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ് പാപികളെ ചേർത്ത് നിർത്താൻ. ചിലപ്പോൾ ചിന്തിക്കുമ്പം വിരോധാഭാസമായിട്ട് തോന്നിയേക്കാം. എന്തൊരു പ്രത്യേക ചിന്തയാണ് ഇത്. സ്നേഹമുള്ള ദൈവ പൈതലെ, പാപത്തെയാണ് സ്വർഗം വെറുത്തത്, പാപികളെയല്ല. പാപത്തെയാണ് സ്വർഗം വെറുത്തത്, പാപികളെയല്ല. ചേർത്തു പിടിക്കാം. ഒരു വേള വീണുപോയി എന്നതുകൊണ്ട്, ജീവിതത്തിൻ്റെ പ്രത്യേക ഒരവസ്ഥയിൽ തെന്നി വീണു എന്നതുകൊണ്ട് ആ പാപമല്ലേ ഇവനെ വീഴിച്ചത്. പാപത്തെ മാറ്റി നിർത്തി വീണ്ടും നിന്നെ ചേർത്ത് പിടിക്കാൻ സ്വർഗം കുരിശിൽ കയറി എന്നത് ഓർക്കാം. അകന്നുപോയ ഒരാട്ടിൻകുട്ടിയെപ്പോലെ തേടി അവന് വേണ്ടി ഇറങ്ങാൻ, 99 അവശേഷിപ്പിച്ച് ഒരുവന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ സ്വർഗത്തിലൊരു മനസ്സുണ്ടെന്നേ. നിന്നെ ചേർത്ത് പിടിക്കാൻ, നിന്നെ എഴുന്നേൽപ്പിക്കാൻ സ്വർഗത്തോളം മനസ്സുള്ള മറ്റൊരു വ്യക്തി ഈ ഭൂമിയിലില്ല. പാപികളെ നിന്നെ രക്ഷിക്കാനാണ് അവൻ വന്നത്. ആമേൻ.